ശരിക്കും എന്താണോ ഇവിടെ നടന്നത്? 2022 വേൾഡ് കപ്പ് ഫൈനലിന്റെ റീപ്ലേയോ? ശരിക്കും ഈ വേൾഡ് കപ്പിൽ ടെൻഷൻ ഇല്ലാതെ കളി കാണാമെന്ന് വിചാരിച്ച ഒരു ഫാൻസ് എന്ന് പറഞ്ഞാൽ അർജന്റീന ഫാൻസ്, അവരെ അടിക്കാൻ വരുന്ന ടെൻഷന്റെ ഹൈപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ മത്സരം കേപ്പ് ബർഡേ എന്ന് പറയുന്ന ടീം. എമ്മാതിരി കളിയുടെ എമ്മാതിരി സ്പിരിറ്റ്, എമ്മാതിരി ടച്ചുകൾ, എനിക്ക് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ലോക ചാമ്പ്യന്മാരാണ് അവര്. ഗ്രൂപ്പ് സ്റ്റേജിൽ സ്പെയിനിന്റെ കൂടിയും സൗദി അറേബ്യയുടെ കൂടിയും ഗോൾഡ് ചെയ്ത സമനില നേടി. ഉറൂഗ്യനെ 2-2 വഞ്ഞി കിട്ടണം അവർ ഉറൂഗ്യനെ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോഴേ ഞാൻ പറഞ്ഞു കേപ്പ് വെർഡെ ഒരു ചെറിയ മീനല്ല. അത് എടുത്തു പറയേണ്ട അവരുടെ ഗോൾ കീപ്പറും അവരുടെ ഡിഫൻസ്. ഈ 41 വയസ്സുകാരനുടെ എമ്മാതിരി സേവ്. സ്പെയിനിന്റെ കൂടെ 7 സേവ് ആണെങ്കിൽ ഇന്ന് അർജന്റീനയുടെ കൂടെ 8 സേവുകൾ. മെസ്സിയുടെ എണ്ണം പറഞ്ഞ 3 സേവുകൾ, അതും ഒരു ഫ്രീ കിക്കിലൂടെ. ഉറച്ച ഗോൾ പോസ്റ്റിനുള്ളിൽ കയറിപ്പോയി എന്ന് പറയുമ്പോൾ ഈ ചങ്ങായി, അതും എമ്മാതിരി മെന്റാലിറ്റി, എമ്മാതിരി കൂൾ മൈൻഡായിട്ടാണ് ആൾ ആ ഒരു 90 മിനിറ്റും എക്സ്ട്രാ ടൈം ആ ഒരു 30 മിനിറ്റും. അപ്പൊ എന്തായാലും കേപ്പ് വെർഡെ തല ഉയർത്തി തന്നെ നിങ്ങൾ ഈ വേൾഡ് കപ്പിൽ, നിങ്ങൾ അടുത്ത 4 വർഷം കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പ് വേദിയിലേക്ക് നിങ്ങൾ എന്തായാലും വരണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ പോരാട്ട വീര്യത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക ആ കളി കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു രക്ഷയില്ലാത്ത കളി, ഒരു രക്ഷയില്ലാത്ത കളി എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് തന്നെ ഏറ്റവും ടോപ്പ് നോച്ച് മാച്ച് എന്ന് പറയാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു അർജന്റീന ഫാൻ അല്ലാത്ത എല്ലാ ആളുകളും കേപ്പ് വെർഡെ കയറണം എന്ന് വിചാരിക്കും അടുത്ത റൗണ്ടിലേക്ക്. എന്ന് പറഞ്ഞാൽ അത് അർജന്റീനയോടുള്ള ഇതുകൊണ്ടല്ല, പോരാട്ട വീര്യം, കേപ്പ് വെർഡെയുടെ പോരാട്ട വീര്യം ഒന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യാനും മറക്കരുത്.